അപ്പോൾ ഗായ്സ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ കൊണ്ടാട്ടാണ്. അടിപൊളി ടേസ്റ്റ് ആട്ടാ, ഒരു രക്ഷയില്ല. നിങ്ങളിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിലേക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലുള്ള പീസുള്ള ചിക്കനും എടുക്കാം, എല്ലില്ലാത്തത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ കുറച്ച് എല്ലും കുറച്ച് എല്ലില്ലാത്ത പീസും ഞാൻ എടുത്തിരിക്കണേ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ മുളക് പൊടിയും യൂസ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. ചെറുനാരങ്ങ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിനെഗർ യൂസ് ചെയ്യാം. ഇപ്പോൾ എല്ലാ മസാലകളും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ആ മസാലയൊക്കെ ആ ചിക്കനിൽ നല്ലതുപോലെ വരണ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, 1 മണിക്കൂർ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ അപ്പോൾ 1 മണിക്കൂർ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 തണ്ട് കറി ലീവ്സാണ് ഞാൻ എടുത്തേക്കണേ. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ പീസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കറി ലീവ്സ് അതിലിട്ടേക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അത് ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നുള്ളൂ, പക്ഷെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമുക്ക് ചിക്കൻ പീസ് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ചിക്കനും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു വലിയ പിടി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു വലിയ സവാള എടുത്താലും മതി, പക്ഷേ ചെറിയുള്ളിക്കാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ പിടി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ചിക്കൻ വറുത്ത ഓയിൽ തന്നെയാണ് ഇതിലേക്ക് എടുക്കണേ. അപ്പോൾ ആ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇതിലുണ്ടാവും. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇതിപ്പോൾ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ടുള്ള ജിഞ്ചർ ഗാർലിക് ആണെങ്കിൽ ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യണില്ല. അപ്പോൾ ഈ സമയം അരിഞ്ഞ് വെച്ച ചെറിയുള്ളി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇട്ടതിന് ശേഷം ചെറിയുള്ളി ഇട്ടാൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പേസ്റ്റ് ആയതുകൊണ്ട് ഞാനിപ്പം ചെറുള്ളിയാണ് ആഡ് ചെയ്യണത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ പോയി ഈ ഉള്ളിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉള്ളിയൊക്കെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഞാനിവിടെ നേരത്തെ എടുത്തേക്കുന്നതും കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ്, അതിനാണ് കൂടുതൽ കളർ ഉണ്ടാവുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി 1/2 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പച്ചമണം മാറണ വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ ഒരു 2 തക്കാളി വേവിച്ച് അത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് ഒഴിച്ചാലും മതി. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിളച്ച് വരണം. ഇത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആ ചിക്കനൊക്കെ ഇങ്ങനെ അതിൽ കിടന്ന് സോഫ്റ്റ് ആവാനായിട്ടാണ്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദേ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലെ മസാലകളൊക്കെ ഈ ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു 3 മിനിറ്റോളം ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല കളറിൽ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില, നമുക്ക് 1 തണ്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എരിവിൻ്റെ ആവശ്യമായിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ
കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. അത് കാരണം കൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ സാദാ മുളക് പൊടി ചേർത്താലും മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രേ ഉള്ളൂ റെസിപ്പി. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കിടിലൻ ഒരു സ്പെഷ്യൽ ഒരു ചിക്കൻ കൊണ്ടാട്ടമാണിത്. ചിക്കൻ ഇടയ്ക്കൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.